ഹായ് ഓൾ. നമ്മൾ പണ്ട് ആളുകള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വായ്ക്കകത്ത് വിരലൊക്കെ ഇട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കുലുക്കൊഴിഞ്ഞ് കാർക്കിച്ച് തുപ്പിയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ വീട്ടില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഭക്ഷണ ശേഷം വാ കഴുകുന്നതാണ്. അത് ആക്ച്വലി നമുക്കത് കേൾക്കുമ്പം ചിലവർക്ക് അറപ്പാവാറുണ്ട്, ചിലർക്ക് ദേഷ്യം വരാറുണ്ട്. എന്ത് രീതിയിലായി ഒരു വാ കഴുകുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ പണ്ടുള്ള ആളുകള് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ റീസൺ പല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൃത്യമായിട്ട് വായിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതും മോണയ്ക്ക് ഒരു മസാജ് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. ഇപ്പൊ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ മോണയെ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പം നമ്മള് ഗം മസാജിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഗം മസാജ് ചെയ്യുന്നത്, എന്തിനാണ് ഗം മസാജ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി പല്ലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ വായിലെ ഒരു ഭാഗമാണ് മോണ. മോണയ്ക്കടിയിൽ എല്ല് ഉണ്ട് അല്ലെ, ബോൺ. അപ്പൊ ഈ മോണ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ പല്ല് നമ്മുടെ വായില് ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. ഗം മസാജ് ആർക്കൊക്കെ ചെയ്യാം? ഗം മസാജ് എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ തലമുടി നന്നായിട്ട് വളരണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കുറച്ച് എണ്ണ എടുത്ത് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പം തലയിലേക്കുള്ള രക്തോട്ടം കൂടുകയും മുടി നന്നായി വളരുകയും ചെയ്യും. അതുപോലെ തന്നെ മോണ വളരും എന്നല്ല ഞാൻ പറയുന്നത്, മോണയുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് മോണ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു കണ്ടീഷൻ. ഗം മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ മസാജ് ചെയ്യാം? നമ്മൾ ബ്രഷിങ് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് വിരലുകൾ ഉപയോഗിച്ച്, നിങ്ങളുടെ തന്നെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മോണയെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണ് മോണ ഒഴിയേണ്ടത്? മോണ എപ്പോഴും പല്ലിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ്, ഏതൊക്കെ കണ്ടീഷനിലാണ് നിർബന്ധമായിട്ടും മോണ ഒഴിയേണ്ടത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ മോണ അല്ലേ, ഈ മോണയുടെ സൈഡ് നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റൗണ്ട് ആക്കി താഴോട്ട് ഒഴിഞ്ഞു കൊടുക്കുക. അതേ സമയം നിങ്ങളുടെ തള്ളവിരൽ ഉള്ളിലായിരിക്കും. ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാ ഭാഗത്തും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗത്തും ഇതേപോലെ മുകളിലോട്ട് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ബ്രഷിംഗ് രീതി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ രീതിയിൽ ബ്രഷ് ചെയ്യുക, അതിനുശേഷം ഗം മസാജ് ചെയ്യുക. ഗം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ തലോടലല്ല ചെയ്യേണ്ടത്, നന്നായിട്ട് അമർത്തി ഒഴിയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഗമ്മിന് കൂടുതൽ ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് ഉണ്ടാവുക. ആ സമയത്ത് ഗമ്മ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി നിർബന്ധമായിട്ടും എപ്പോഴാണ് നമ്മൾ ഗം മസാജ് ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ഗം മസാജ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മോണരോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും അവരോട് എങ്ങനെയാണ് ഗം മസാജ് ചെയ്യേണ്ടത്. ആ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്, നിങ്ങൾ പല്ല് ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ടിഫിഷ്യൽ ടൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, പല്ലിന് ക്യാപ്പ് ഇടുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു പല്ല് മിസ്സിംഗ് ആയിട്ട് നമ്മൾ ക്യാപ്പ് ഇടുന്ന ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻസിനൊക്കെ നമ്മൾ ഗം മസാജ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ക്യാപ്പ് വലിച്ചു വിടുന്ന രീതിയിലല്ല ഗം മസാജ് ചെയ്യേണ്ടത്. വളരെ ജെന്റിലായിട്ട് ഗമ്മിനെ ഡെയിലി ദിവസവും മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ മോണയുടെ ലെവല് ആ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ടൂത്തുമായിട്ട് ചേർന്നിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങൾ പല്ലുകളെല്ലാം എടുത്തിട്ട് നമ്മൾ പല്ല് തെറ്റി വെക്കുന്ന ഒരു കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിൽ പല്ലുകൾ എടുത്തതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് 2 വീക്സ് മുതൽ 1.5 മന്ത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ടൂത്ത് സെറ്റ് പല്ലുകൾ വെച്ചു കൊടുക്കുക. ആ സമയങ്ങളിലും നിങ്ങൾ നന്നായിട്ട് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഗമ്മ് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുന്ന എല്ലിന്റെ ഭാഗങ്ങൾ ഷേപ്പായി വരികയും പല്ല് കെട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ലാതെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി വേഗം വെക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പം ഗം മസാജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞാല് കഴിയുമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വായിൽ ഇരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചിട്ട് വായൊന്ന് കഴുകുന്നതിൽ തെറ്റൊന്നുമില്ല. ശബ്ദമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാലോ അല്ലെ?